നമ്മളിൽ പറഞ്ഞു വന്നത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം നമ്മളിൽ ഇതേ അഭിഷേകം മാമോദീസായിൽ കിട്ടിയ പോലെ തന്നെ എല്ലാ കൂദാശകളിലും പ്രത്യേകിച്ച് കുർബാനയിൽ ഈ അഭിഷേകം നമ്മളിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ ധ്യാനത്തിൽ പ്രത്യേകിച്ച് നമ്മളിൽ ഉണ്ടാവുന്ന അഭിഷേകം ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ആദ്യം തന്നെ അവർക്ക് കൊടുത്തത് സകല പിശാചുക്കളെയും ബഹിഷ്കരിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും രോഗികളെ സൗഖ്യപ്പെടുത്താനും. ഇത് കോമൺ ഫാക്ടറാണ്. ഇത് വൈദികനാകാം, അൽമായനാകാം, സന്യാസിനിയാകാം, എല്ലാവർക്കുമുള്ള കോമൺ ഫാക്ടറാണ്. ഇത് നമ്മളെല്ലാവരിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലെ വർക്ക്ഷോപ്പിലൂടെ മനസ്സിലാക്കി ഓരോ ദിവസം ചെല്ലുന്തോറും പടിപടിയായിട്ട് നമ്മളിലുള്ള ഈ വരങ്ങളുടെ തുറവി. ഇനി അതിനെക്കുറിച്ച് വിശദമാക്കുന്നില്ല. എന്നിരുന്നാലും ഇത് വരങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടെങ്കിലും ഇതിന് ഒരു അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ 30 വർഷം ഒരു അത്ഭുതത്തോട് ചെയ്തില്ല. എന്നാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ ഈശോ ഇതാ ശുശ്രൂഷ ആരംഭിച്ചു. സെൻഡിങ്, അതാണ് മിഷൻ. ആദ്യം തന്നെ ചെയ്തത് 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. കണ്ടോ, ആദ്യത്തെ അഭിഷേകം പ്രാർത്ഥനാഭിഷേകമാണ്. മിക്കവാറും നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഞങ്ങളൊക്കെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. 40 ദിവസം. അങ്ങനെ നിങ്ങളുടെ ആരോഗ്യവും ഇതനുസരിച്ച് ചെയ്യാം. അതിന് ഞാൻ നിർദ്ദേശങ്ങൾ തരാൻ തയ്യാറാണ്. അങ്ങനെ ആഗ്രഹമുള്ളവർ എന്നോട് കോണ്ടാക്ട് ചെയ്യണം. കാരണം അത് നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യാവും. അത് ഞങ്ങളെല്ലാം ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് നമുക്കതിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഉപവാസ പ്രാർത്ഥന, അതാണ് ഈശോ പറഞ്ഞത്. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോയില്ല എന്നുള്ളത് സത്യമാണ്. നമ്മളിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ചില വർഗം എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികൾ, അത് ഈശോ ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെ ഈ ഉദാഹരണം ഇതാണ്. ഒരുവൻ നല്ല വിത്ത് വിതച്ചു, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം കളകൾ കാണുന്നു. അപ്പോൾ ഇവർ വന്ന് മുതലാളി, നമ്മൾ നല്ല വിത്തല്ലേ വിളച്ചത്, പിന്നെ ഈ കളകൾ എങ്ങനെ വന്നു? അത് നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോ കള്ളൻ വന്ന് വിതച്ചതാണ്. ഇതാണ് നമുക്കുണ്ടാകാവുന്ന ഒരു അവസ്ഥ. നമ്മൾ പ്രാർത്ഥനയില്ലാതെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കള്ളൻ വന്ന് കള വിതച്ചിട്ട് കടന്നു കളയും. എന്നിട്ട് വേലക്കാരി ഞങ്ങളത് പറിച്ചു കളയട്ടെ. വേണ്ട വേണ്ട, ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അത് വളർന്നോട്ടെ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കള എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന ഈ നെല്ലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഇടയിലുള്ള കളകളല്ല. അതൊരു പ്രത്യേക കളയാണ്. നമ്മൾ ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞിട്ട്, ഇത്തിക്കണ്ണി, ആ ഇത്തിക്കണ്ണി ആ മരത്തിനെ വലിഞ്ഞു പിടിക്കും എന്ന മാതിരി ഒരു തരം കളകൾ ആ പ്രധാന ചെടിയെ ചുറ്റിയിട്ട് അതിനെ വിട്ടുപോകാതെ അള്ളി പിടിക്കും. അതാണ് ഈ വർഗം. ഏത് വർഗം? ഈശോ പറഞ്ഞത് പ്രാർത്ഥനയിലും ഉപവാസത്തിലൂടെയും അല്ലാതെ ഈ വർഗം പോകില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ദർശനങ്ങളിലൂടെ. അപ്പോൾ അതിന് നമ്മൾക്ക് അഭിഷേകം വേണം. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ ആദ്യം തന്നെ ചെയ്തത് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച 3 ഡെലിവറൻസ് പ്രയർ നമ്മളെ കാണിച്ചു തന്നു. വചനം ഉപയോഗിച്ച് പിശാചിനെ ബഹിഷ്കരിക്കും. അതും ഒരു അഭിഷേകമാണ്. ഇനി അങ്ങനെ അഭിഷേകം ചെയ്ത് പിശാച് പുറത്തു പോയാൽ നമ്മുടെ ഹൃദയം ശൂന്യമായിരിക്കാൻ പാടില്ല. അവിടെ വചനം നിറച്ചുകൊണ്ടിരിക്കണം. അതാണ് 4-ാം അധ്യായം കഴിഞ്ഞിട്ട്, മത്തായി 4-ാം അധ്യായം കഴിഞ്ഞിട്ട് 5-ും 6-ഉം 7-ഉം അധ്യായം മുഴുവനും ഈശോ നേരിട്ട് അവിടെ ഒരു സൗഖ്യപ്രാർത്ഥനയില്ല. വചനം 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 വചനം. അതിന്റെ അവസാനം പറയുകയാണ്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ ഭവനം പണിത ഒരു വിവേകവതിയായ മനുഷ്യന് തുല്യനായിരിക്കും.
അപ്പോ അങ്ങനെ ഈശോ തന്നെയാകുന്ന വചനത്തെ മത്തായി 5:6-7 എല്ലാവരും ഒരു വിധത്തിൽ കാണാപ്പാഠം വരെ പഠിക്കണത്. ആ വചനം നമ്മളിൽ നിറഞ്ഞാലേ 4-ാം അധ്യായത്തിൽ നടന്ന ആ ഡെലിവറൻസിന് ശേഷം നമ്മൾ നിറയുള്ളൂ നമ്മുടെ ആത്മാവ്. അപ്പോഴാണ് നമ്മുടെ അഭിഷേകം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ആ വചനമാണ് നമ്മളിൽ ജീവൻ നൽകുന്നത്. ആ വചനമാണ് മനുഷ്യാവതാരം ചെയ്ത് നമ്മളുടെ കൂടെ വസിക്കുന്നത്. ആ വചനമാണ്, വചനവും പരിശുദ്ധാത്മാവുമാണ് ഇനി തുടർന്ന് നമ്മൾ നയിക്കേണ്ടത്. അപ്പൊ ഈ യേശു തന്നെ പറഞ്ഞ വചനം, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വചനം പറയുമ്പോൾ ഏശയ്യ പറഞ്ഞു, ജെറമ്യാ പറഞ്ഞു, ഇതെല്ലാം പറയും. പക്ഷെ അത് പോരാ. അതുകൊണ്ടൊരു വാക്കുകൂടി പറഞ്ഞോട്ടെ. നമ്മുടെ കുഞ്ഞുമകളിലേക്ക് വചനം പ്രസരിക്കുന്നതിന് ഏശയ്യയിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഏശയ്യ 59:21 എന്താണ്? നിന്റെ മേലുള്ള എന്റെ ആത്മാവും എന്റെ അധരങ്ങളിൽ ഞാൻ നിവേശിപ്പിച്ച വചനവും നിന്നിൽ നിന്നോ നിന്റെ സന്താനങ്ങളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിലെയോ അധരങ്ങളിലോ. ഇത് മാതാപിതാക്കളായ നമ്മൾക്ക് ഇത് വളരെ പ്രധാനമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾ ഈശോ തന്നെ പറഞ്ഞ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ എടുക്കുകയും ആത്മാവോട് നിറയുകയും പ്രത്യേകിച്ച് ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്യണം. അപ്പോൾ അത് കുഞ്ഞുങ്ങളിലേക്ക് പ്രസരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഈശോ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞിട്ട് ഉടനെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്കോട് കൂടി നമ്മൾ നിർത്തുകയാണ്. എന്താ പറഞ്ഞത്? എല്ലാവരും ശബ്ദമുയർത്തി, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും വ്യക്തികൾക്ക് മോചനത്തിനും. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം എന്തിനാണ് ഈ അഭിഷേകം. ഒന്ന്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ എന്ന് ഈശോ പറയുന്നതിനർത്ഥം ഈശോയുടെ തലയിൽ എന്നല്ല, ഈശോ ആകുന്ന ശരീരത്തിലുണ്ട്. ആ ഈശോയുടെ ശരീരം എന്ന് പറയുന്നത് ആരാ? ഈശോയുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. മനുഷ്യാവതാരം മുതലേ നമ്മൾ ഈശോയുടെ ശരീരത്തിലാണ്. മനുഷ്യാവതാരത്തിൽ തന്നെ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യാവതാരത്തിൽ തന്നെ നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അയക്കപ്പെട്ടിട്ടില്ല. ഒരു ജോലി ചെയ്യാൻ അയക്കപ്പെട്ടത് മാമോദീസായ്ക്ക് ശേഷമാണ്. അതാണ് പിന്നീട് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അയക്കപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ദൗത്യമുണ്ട്. ഈ ദൗത്യം എല്ലാ ദിവസവും എന്തെങ്കിലും രീതിയിൽ ഒരു സുവിശേഷ വേല ചെയ്യുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം. എങ്കിൽ മാത്രമേ ഈ അഭിഷേകം മൂർച്ചയോടെ ശക്തിയോടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഈ കുർബാനയിൽ നമ്മളുടനീളം ഈ അഭിഷേകത്തിനെ സമർപ്പിച്ചും നമ്മുടെ വിശുദ്ധീകരണത്തിന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് നിങ്ങൾ ലൈനായിട്ട് വരും. ഞാനും അച്ഛനും കൂടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ദൂരസ്ഥലത്തേക്ക് പോകേണ്ടവർ, ബോംബെക്ക് പോകുന്നവർ, അങ്ങനെ ഫ്ലൈറ്റിന് പോകാനുള്ളവരെല്ലാം ആദ്യം വരണം. അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ ആദ്യം വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം സാവധാനം ബാക്കി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ മൊബൈൽ ഫോൺ ഉള്ളവർ അതിൻ്റെ റെക്കോർഡിംഗ് ഓൺ ചെയ്ത് ആ സമയത്ത് വെച്ചോ. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന പ്രവചനം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നിമിഷം ഇപ്പം നമ്മൾ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ശാന്തമായിട്ടിരിക്കുക. ഇവിടെ ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉടനെ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. താങ്ക് യു.